എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിസംബർ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്കായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നാളെ അവസാനിക്കും. അതായത് നവംബർ 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ, അതുപോലെ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കണം എങ്കിലോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച സീറ്റ് തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ളതിന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻസ് ഈ ഒരു സമയത്ത് പുതിയ കോളേജ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ചിലപ്പോൾ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ചില സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതിന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യാനും, അതുപോലെ ഏതെങ്കിലും ഓപ്ഷനുകൾ വീണ്ടും കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും, അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുമുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനി വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭ്യമാകുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ അവസാനിച്ച ശേഷം മാത്രമായിരിക്കും, അതായത് പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. ഇതിന് ഇടയിലായിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ പുതിയ ഏതെങ്കിലും കോളേജുകൾ, അതായത് നിങ്ങൾക്കിവിടെ 29/11/2024 ന്യൂലി ആഡഡ് കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 കോളേജുകൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ വരികയാണെങ്കിലും മാത്രം ആ ഒരു കോളേജുകൾ മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഇവിടെ നിങ്ങൾക്ക് 3 കോളേജുകൾ കാണാം. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോളേജുകളാണ്. ഈ ഒരു രീതിയിൽ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഏതെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോളേജിൽ അല്ലെങ്കിൽ കോഴ്സുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഇപ്പോൾ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഏകദേശം കുറേ കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു കോളേജുകൾ നിങ്ങൾക്ക് പിന്നീട്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഏതെങ്കിലും കോളേജുകൾ വരികയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസോ മറ്റു കാര്യങ്ങളോ റിമൂവ് ചെയ്യണോ എന്നുള്ളത്. ഒരിക്കലും റിമൂവ് ചെയ്യരുത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ലഭിച്ച കോളേജ് തന്നെയാണ് ലഭിച്ചത്, ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻ റിമൂവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാവൂ. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ളത് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ പരിശോധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് സ്വന്തമായിട്ട് തന്നെ ആ ഒരു കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക.
സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ രജിസ്ട്രേഷൻ ഐഡിയോ ചലാൻ നമ്പറോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച സമയത്ത് LBSൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന മൊബൈൽ നമ്പർ, LBSൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ID, DOB മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഏത് കോളേജിൽ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതായത് ഏത് അലോട്ട്മെൻ്റ് ആണ്, അതുപോലെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്താണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോട്ട ഏതാണ്, ഓപ്ഷൻ നമ്പർ എത്രയാണ്, അതുപോലെ തന്നെ ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ല എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഇതുവരെ നിങ്ങളുടെ റാങ്ക് പരിശോധിച്ചിട്ടില്ല എങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികളെങ്കിലും റാങ്ക് പരിശോധിക്കാനായിട്ട് അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പേജ് നിങ്ങൾക്ക്, അതായത് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ സിമ്പലിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നിങ്ങളുടെ DPharmൻ്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇൻഡെക്സ് എത്രയാണ്, അതുപോലെ DPharmൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് അതായത് SM റാങ്ക് എത്രയാണ്, Z എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, മുസ്ലിം ആണെങ്കിൽ MU ആണ് വരിക, ലാറ്റിൻ കത്തലിക് ആണെങ്കിൽ LC ആണ് വരിക, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു EO വിഭാഗമാണെങ്കിൽ EZ ആണ് വരിക, SC ആണെങ്കിൽ SC എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കാറ്റഗറി റാങ്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ഇൻഡെക്സ് മാർക്കും റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് റാങ്കും കാണാൻ സാധിക്കും. മൈനോറിറ്റി റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു റാങ്ക് കൂടി അവരുടെ ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു മൈനോറിറ്റി റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് മൈനോറിറ്റി റാങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ NA എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. രജിസ്റ്റർ ഓപ്ഷൻസ് എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതനുസരിച്ചിട്ടായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്കിവിടെ ഓപ്ഷൻസ് നൽകാനുള്ള ബോക്സ് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് നൽകുക. അതായത് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഒരു ഇളം പച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കിവിടെ ആ ഒരു കാര്യം കാണാൻ സാധിക്കും. നിങ്ങൾ ഓപ്ഷൻസ് നൽകാത്ത കോളേജിൻ്റെ ഭാഗത്ത് ഇതേ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും കാണാൻ പറ്റുക. നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ കൂടുതൽ താല്പര്യം അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് നൽകാനായിട്ട് ഇവിടെ ഓപ്ഷൻ നമ്പർ നൽകാനായിട്ട് ബോക്സ് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക്, അതായത് ഏത് കോളേജിലാണോ ഏത് കോഴ്സിലാണോ പഠിക്കാൻ താല്പര്യം അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ, അതായത് ഓപ്ഷൻ നൽകാനുള്ള ബോക്സിൽ 1, 2, 3 ഈ ഒരു രീതിയിൽ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് താഴെയായിട്ട് സേവ് ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജ് കോഴ്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കോളേജുകളും കോഴ്സുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ്, നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു, അതായത് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇനോച്ച് കോളേജ് ഓഫ് ഫാർമസി
കരമന, തിരുവനന്തപുരം എന്നുള്ള ആ ഒരു കോളേജ് പുതുതായിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൽ നിങ്ങൾ 2 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോളേജ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യപ്പെടും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ പുതിയ കോളേജുകൾ ഏതെങ്കിലും ഓപ്ഷൻ്റെ ഇടയിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകണം എങ്കിലും നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ, അതായത് നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ വേണ്ട ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് വേണ്ട കോളേജും കോഴ്സുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.